बच्चों, आज हम 7वीं कक्षा के वसंत भागवत के हिमालय की बेटियां नामक पाठ പഠിക്കാൻ के लिए जा रही है. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിമാലയ की बेटियां എന്ന പാഠമാണ്, മൂന്നാമത്തെ ചാപ്റ്റർ ഹിമാലയ की बेटियां എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഹിമാലയ की बेटियां, इसका अर्थ क्या है? ഹിമാലയത്തിൻ്റെ പുത്രിമാർ. यह एक निबंध है. निबंध का अर्थ क्या है? निबंध, എസ്സേ. ഓക്കെ, അപ്പോൾ ഈ നിബന്ധ് എന്താണ്? ഹിമാലയത്തിനെ അതിൻ്റെ പുത്രിമാരെയും കുറിച്ചാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ പുത്രിമാരെന്ന് പറഞ്ഞാൽ ആരാ? ഹിമാലയസേ നികൽനെ വാലി നദിയാം, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, അതാണ് ഹിമാലയത്തിൻ്റെ പുത്രിമാരെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലേഖകൻ इसको एक മാനവ के रूप में देखता है. ഇപ്പോൾ ഇവരെ ഹിമാലയത്തിനെ അതിൽ നിന്നൊഴുകുന്ന നദികളെയും ഒരു മനുഷ്യനെ പോലെയാണ് കാണുന്നത്. ഇസ്കാ ലേഖക കോൺ ഥാ? നാഗാർജുൻ. നാഗാർജുനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാഗാർജുൻ ഇതുവരെ നദികളെ ദൂരെ നിന്ന് അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഹിമാലയത്തിലേക്ക് ചെന്ന് അവിടെ ഈ നദികളുടെ പ്രവാഹവും ഒക്കെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ നിബന്ധ. അപ്പോൾ പാഠത്തിലേക്ക് കിടക്കാം. അഭി തക് मैंने उन्हें दूर से देखा था, बड़ी गंभीर शांत अपने आप में खोई हुई लगती थी. संभ्रांत महिला की फांदी वे प्रतीत होती थी. उनके प्रति मेरे दिल में आदर और श्रद्धा के भाव थे. माँ और दादी, मौसी और मामी की गोद की तरह उनकी धारा में डुबकियाँ लगाया करता था. लेखक अभी तक, ലേഖകൻ ने कहा था कि अभी तक मैंने उन्हें दूर से देखा था. ലേഖകൻ പറയുവാണ്, ഞാൻ ഇതുവരെ അതിനെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. അതായത് ഈ ഇതിൽ നിന്ന് ഒഴുകുന്ന നദികളെ ദൂരെ നിന്ന് മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ലേഖകൻ കുറച്ചുകൂടെ ഈ നദികളുടെ സമീപത്തേക്ക് ഇപ്പോൾ എത്തി. ബഡി ഗംഭീർ ശാന്ത് അപ്നെ ആപ് മേ ഖോയി ഹുയി ലഗ്തി थी. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള നദി എന്താണ്? ബഡി ഗംഭീർ, വളരെ നല്ല ഡീപ്പായിട്ട്, അതുപോലെ ശാന്തമായിട്ട് സ്വയം ലയിച്ച് ഇങ്ങനെ ഒഴുകി പോകുന്ന നദികളെ ഞാനിങ്ങനെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. സംഭ്രാന്ത് മഹിളാക്കി ഫന്തി പ്രതീത് ഹോത്തീതി. അത് ലേഖകൻ എങ്ങനെ പോലെയാണ് തോന്നിയത്? ഒരു കുലീനയായ സ്ത്രീയെപ്പോലെ. സംഭ്രാന്ത് മഹിള എന്ന് വെച്ചാൽ എന്താ? ഒരു സംസ്കാരമുള്ള ഒരു സ്ത്രീയെപ്പോലെയാണ് എനിക്ക് അതിനെ തോന്നിയിട്ടുള്ളത്. ഉൻകെ പ്രതി മേരെ ദിൽമേ ആദർ ഓർ ശ്രദ്ധാക്കെ ഭാവുതേ. ആ നദികളെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ ബഹുമാനവും എന്താണ് ആദരവും മാത്രമേ തോന്നിയിട്ടുള്ളൂ. മാ ഓർ ദാദി, മൗസി ഓർ മാമി കി ഗോദ് കി തരഹ് ഉൻകി ധാരാമേ ഡുബക്കിയാ ലഗായ ഥ. അപ്പോൾ ഒരു എന്താണ്, ഒരു അമ്മയെ അല്ലെങ്കിൽ അമ്മൂമ്മയെ അല്ലെങ്കിൽ മൗസി, അമ്മയുടെ സഹോദരി അല്ലെങ്കിൽ മാമി, അവരുടെയൊക്കെ മടിത്തട്ടിലൂടെ, അവരുടെ ഒരു മടിത്തട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ ആരെയും കണ്ടിരുന്നത്? ഈ നദികളെയും കണ്ടിരുന്നത്. ഡുബക്കിയ ലഗാന എന്ന് വെച്ചാൽ എന്താണ്? മുങ്ങുക എന്നൊക്കെയുള്ളതാണ്. അവരുടെ ആ ഒഴുക്കിൽ, അവരുടെ ഈ നദികളുടെ പ്രവാഹത്തിൽ ഞാൻ ലയിച്ചു എന്നുള്ളതാണ്. പരന്തു ഇസ് ബാർ ജബ് മേ ഹിമാലയ കെ കന്ധേ പർ ചടാ തോ വേ കുച്ച് ഓർ റൂപ് മേ സാമനെ थी है. मैं हैरान था कि यही दुबली पतली गंगा, यही यमुना, यही सतलज समतल मैदानों में उतरकर विशाल कैसे हो जाती है. इनका उजलना और कूदना, खिलखिला कर लगातार हंसते जाना, इनकी यह भावभंगी, इनकी यह उल्लास कहाँ गायब हो जाता है मैदान में जाकर. किसी लड़की को जब मैं देखता हो, किसी कली पर जब मेरा ध्यान अटक जाता है, तब भी इतना कौतूहल और विस्मय नहीं होता जितना कि इन बेटियों की बाललीला देखकर. तो लेखक ने बताया है, इस बार जब मैं हिमालय के कंधे पर चढ़ा तो. അപ്പോൾ ലേഖകൻ ഇത്ര നാളും അത് താഴെ നിന്ന് കണ്ടിട്ടേ ഉള്ളായിരുന്നു നദികളെ.
അപ്പോൾ താഴെ നിന്ന് ഒഴുകുമ്പോൾ എന്താണ്, നദികളിങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ, വളരെ ശാലീന ഭാവത്തോടെ. അതാണ് കുലീന സ്ത്രീയെ പോലെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പം ലേഖകൻ എവിടെ എത്തി? ഹിമാലയത്തിലേക്ക് എത്തി. അപ്പോൾ ഹിമാലയത്തിൻ്റെ കന്ധേപ്പർ എന്ന് വെച്ചാൽ ഹിമാലയ തോളിൽ എന്ന് വെച്ചാൽ എന്താണ്, ഹിമാലയ ശിഖരങ്ങളിലേക്ക് എത്തിയപ്പോൾ ചട എന്ന് വെച്ചാൽ എന്താ, കയറുക. ചടന ഓപ്പോസിറ്റ് ഉദർന, ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പം ചടാത്തോ വി കുച്ച് ഓ റൂപമേ സാമ്നേതി. ഇപ്പം ഞാൻ ഹിമാലയത്തിന് മുകളിലേക്ക് കയറിയപ്പോൾ ഇത്രയും നാൾ കണ്ട നദികളല്ല എൻ്റെ മുന്നിലുള്ളത്, അതിനെന്താണ്, അതിന് വേറെ ഒരു രൂപമാണ്. മെയ് ഹൈറാൻ ധ, ഹൈറാൻ മീൻസ് ആശ്ചര്യ ഹുവ, എനിക്ക് അത്ഭുതം തോന്നി. യഹി दुबली पतली गंगा, यही यमुना, यही सतलज समतल में उतर कर विशाल कैसे हो जाती है. അപ്പോൾ നമ്മൾ ലേഖകൻ പറയുവാണ്, ഇത് ഇപ്പം ഇവിടെ കണ്ടപ്പോൾ എന്താണ്, അപ്പോൾ ഈ പർവ്വതങ്ങളിൻ്റെയൊക്കെ മടക്കുകളിലൂടെ ഒഴുകുമ്പോൾ എന്താണ്, നല്ല ദുബലി പത്തലി, മെലിഞ്ഞ്, അതായത് വീതി കുറഞ്ഞൊക്കെ ആയിരിക്കും ഒഴുകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ ദുബലി പത്തലി എന്ന് വെച്ചാൽ മെലിഞ്ഞുളങ്ങിയ ഈ ഗംഗയും യമുനയും സത്ലജും ഒക്കെ ഈ സമതല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മൈതാനങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ ഇത്ര വിസ്തൃതിയിലാകുന്നത്, അല്ലെങ്കിൽ ഇത്ര വിസ്താരത്തിലാകുന്നതെന്ന് പറയുകയാണ്. ഇൻക ഉജൽന ഓർ കൂദിന ഖിൽഖിലാക്ക ലഗാതാർ ഹസ്തേ ജാന, ഇൻകി യഹ് ഭാവഭംഗി, ഇൻകാ യഹ് ഉല്ലാസ് കഹാം ഗായബ് ഹോ ജാതാ ഹെ മൈതാൻ മേം ജാക്കർ. അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഇവിടെ കയറിയപ്പോഴല്ലേ കാണുന്നത് എന്താ, അതിങ്ങനെ ഉജൽന എന്ന് വെച്ചാൽ എന്തോ കുതിക്കുവാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പ്രപാത് ഝർണയൊക്കെ, അതായത് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ്, ഭയങ്കര വേഗത്തിലാണ് ഇങ്ങനെ എന്ത് ചെയ്തത്, അത് പാറയുടെ മടക്കുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത്. അതുപോലെ ഉജൽന ഇങ്ങനെ കുതിച്ച് ചാടുക, ഉജൽന കൂദിന, ഖിൽഖിലാക്കർ ലഗാതാർ ഹസ്തേജാന എന്ന് വെച്ചാൽ എന്താ, ഖിൽഖിലാക്കർ എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ അപ്പോൾ അതിൻ്റെ കെട്ടിൽ നിന്ന്, പാറക്കെട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ വെള്ളത്തിന് നല്ല ശക്തമായ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും നമുക്കല്ലേ. അപ്പോൾ അത് ഇൻകീയഹ് ഭാവഭംഗി, ഇതിൻ്റെ ഈ ഭാവഭംഗി മീൻസ് ഇതിൻ്റെ ജസ്റ്റേഴ്സ്, ചേഷ്ടകൾ. ഇൻകയഹ് ഉല്ലാസ്, ഇവരുടെ ഈ ഉല്ലാസങ്ങൾ. കഹാം ഗായബ് ഹോ ജാതാ ഹെ, ഗായബ് ഹോ ജാന മീൻസ് അപ്രത്യക്ഷ ഹോന, അപ്രത്യക്ഷമാവുക. മൈതാൻ മേം ജാക്കർ. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, ഈ മൈതാനത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഈ പൊട്ടിച്ചിരികളും ചേഷ്ടകളും കുതിച്ചു ചാട്ടങ്ങളും ഒക്കെ എവിടെ പോവുകയാണ്? അപ്പം ലേഖകൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹിമാലയ പർവ്വതത്തിൽ ഹിമാലയത്തിനെ ഒരു അച്ഛനായിട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ മടിത്തട്ടിലിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പുത്രിമാർക്ക് എന്താണ്, വളരെ സന്തോഷമാണ്. അത് തുള്ളിച്ചാടുന്നു, ചിരിക്കുന്നു, പല പല ചേഷ്ടകളൊക്കെ കാണിക്കുന്നു. പക്ഷേ ആ അച്ഛൻ്റെ മടിത്തട്ടിൽ നിന്നിറങ്ങി സമതലങ്ങളിലേക്ക്, നിരപ്പായ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവ വളരെ ശാന്തമായി ഒഴുകുന്നു. അത് എങ്ങനെയാണെന്നാണ് ലേഖകൻ അത്ഭുതപ്പെടുന്നത്. കിസി ലഡ്കി കോ ജബ് मैं देखता हूँ, किसी कली पर जो मेरा ध्यान अटक जाता है, तभी भी इतना कौतूहल और विस्मय नहीं होता. എനിക്ക് ഇത് കണ്ടിട്ട് നമ്മളൊരു പെൺകുട്ടിയെ ആദ്യമായി കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂമൊട്ടിനെ കാണുമ്പോഴോ നമുക്കുണ്ടാകുമ്പോൾ ആ ഒരു ശ്രദ്ധയല്ല, അതെന്താണ്, അതിലും വലുതായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത് കണ്ടിട്ട്. കൗതൂഹൽ ഓർ വിസ്മയ, വളരെയധികം അത്ഭുതം തോന്നുന്നു. ജിത്നാക്കീൻ വേട്ടിയൊക്കെ ബാലലീല ദേഖക്കർ, ഈ കുട്ടികളുടെ, ഈ പുത്രിമാരുടെ, ഹിമാലയത്തിൻ്റെ പുത്രിമാരാകുന്ന ഈ നദിമാരുടെ ബാലലീലകൾ കണ്ടിട്ട്. അപ്പോൾ ഈ ബാലലീല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹിമാലയത്തിൽ കൂടെ ഒഴുകുമ്പോൾ ഈ നദികൾ കാണിക്കുന്ന അതിൻ്റെ വേഗത്തെയും ശബ്ദമൊക്കെ കാണുമ്പോൾ അതിൻ്റെ നദികളുടെ ബാലലീലയായിട്ടാണ് ലേഖകൻ ഇത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ലേഖകൻ എന്ത് തോന്നുന്നു, വളരെയധികം ആശ്ചര്യം തോന്നുന്നു എന്നാണ് പറയുന്നത്. कहाँ ये भागी जा रही है, वह कौन लक्ष्य है जिसने इन्हें बेचैन कर रखा है. अपने महान पिता का विराट प्रेम पाकर भी अगर इनका हृदय अतृप्त ही है तो वह कौन होगा जो उनकी प्यास मिटा सकेगा. बर्फ जली नंगी पहाड़ियाँ, छोटे छोटे पौधों से भरी घाटियाँ, वेंधुर आदित्य गायें, सरसब्ज उपत्यकाएं, ऐसा है इनका लीला निकेतन.
खेलते खेलते जब ये ज़रा दूर निकल जाती है तो देवदार, चीड़, सरों, चिनार, सफ़ेद कायल के जंगलों में पहुंचकर शायद इन्हें बीते बातें याद करने का मौका मिल जाता होगा। कौन जाने बूढ़ा हिमालय अपनी इन नटखट बेटियों के लिए कितना सिर धुनता होगा। बड़ी बड़ी चोटियों से जाकर पूछिए तो उत्तर में विराट मौन के सिवाय उनके पास और रखा है क्या। तो यहाँ लेखक ने क्या बताया है? लेखक ने बताया है कहाँ ये ഭാഗി जा रही है. ലേഖകൻ ചോദിക്കുകയാണ് ഈ നദികൾ ഇത് എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ ഓടിപ്പോകുന്നത്. അപ്പോൾ കോൺ ലക്ഷ്യ ഹേ ജിസ്നെ ഇനേം ബേചൈൻ കർ രഹാ ഹേ. അപ്പോൾ ഈ അച്ഛൻ്റെ മടിത്തട്ടിൽ നിന്ന് ഇത്ര വേഗത്തിൽ ഇവ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അതിനെന്താണ് ഏത് ലക്ഷ്യം നേടാനാണ് അതിങ്ങനെ പോകുന്നത്? എന്താണ് അതിനെ ബേചൈൻ കർണ? ബേചൈൻ കർണ മീൻസ് അസ്വസ്ഥരാക്കുക, ഇവയെ അസ്വസ്ഥമാക്കുന്നത്. अपने महान पिता का विराट प्रेम पाकर भी अगर इनका हृदय अतृप्त ही है तो वह कौन होगा जो इनकी प्यास मिटा सकेगा. ലേഖകൻ ചോദിക്കുകയാണ് ആ മഹാനായ പിതാവിൻ്റെ, ഹിമാലയമാകുന്ന ശ്രേഷ്ഠ പിതാവിൻ്റെ വിരാടമായ അഗാധമായ സ്നേഹം കിട്ടിയിട്ടും ഇവരുടെ ഹൃദയം അതൃപ്തമാണെങ്കിൽ ഇവരുടെ ദാഹം ശമിപ്പിക്കാൻ ആർക്കായിരിക്കും കഴിയുക? കോൻ ഇൻകി പ്യാസ് മിടാ സകേഗ, ആർക്ക് കഴിയും? बर्फ जली नंगी पहाड़ियाँ, छोटे छोटे पौधों से भरी घाटियाँ, बंधुर आदित्य गाये. അതെന്താ പറയുന്നത്? ബറഫ് ജലി നങ്കി പഹാടിയ, ബറഫ്. അപ്പോൾ ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹിമക്ക ആലൈ, മഞ്ഞ് കൊണ്ട് മൂടിയതാണ്. ആ മഞ്ഞുരുകിയാണ് എന്തുണ്ടാവുന്നത്? ഈ നദികൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ബറഫ് ജലി നങ്കി പഹാടിയ, മഞ്ഞുരുകി ഉണ്ടാകുന്ന പർവ്വത ശിഖരങ്ങൾ, ചോട്ടെ ചോട്ടെ പൗധവും സേഫരി ഘാട്ടിയാം, ചെറിയ ചെറിയ പൂച്ചെടികൾ കൊണ്ട് നിറഞ്ഞ മലയിടുക്കുകൾ. ഘാട്ടിയാന്ന് വെച്ചാൽ മലയിടുക്കുകൾ. ബന്ധുർ ആദിത്യകായേം, എന്താണ് പർവ്വതത്തിൻ്റെ മുകളിലത്തെ ആ സമതല ഭാഗങ്ങളെയാണ് ആദിത്യകായം എന്ന് പറയുന്നത്. സരസബ്ജു ഉപത്യകായം, സരസബ്ജു മീൻസ് ഹരാഫര, പച്ചപ്പ് നിറഞ്ഞ ഉപത്യകായം, വാലീസ് താഴ്വരകൾ. ഈസാഹേൻ ഗലീല നികേതൻ, അവർ പറയാണ്, ലേഖകൻ പറയാണ് ഈ പുത്രിമാരുടെ കുട്ടിക്കാലത്ത് ലീലാനികേതൻ, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരുടെ കളി സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്? ഈ മല എന്ന് വെച്ചാൽ അതിലൂടെയൊക്കെയാണ് ഇവ ഒഴുകി പോകുന്നത്. खेलते खेलते जब ये जरा दूर निकल जाती है तो देवदार, चीड़, सरों, चिनार, सफ़ेद कायल के जंगलों में पहुंचकर शायद इन्हें बीती बातें याद करने का मौका मिल जाता होगा. അങ്ങനെ ഇവ ഒഴുകി ഒഴുകി അങ്ങ് പോകുകയാണല്ലേ. അങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ ഇവ എവിടെ ചെല്ലും? ദേവദാരു നിറഞ്ഞ, അല്ലെങ്കിൽ ചീട് പൈൻ മരങ്ങൾ നിറഞ്ഞ, സരോ സൈപ്രസ് മരങ്ങളോ ഒക്കെ, സഫേദ യുക്കാലി മരങ്ങളും ഒക്കെ, കയിലിൻ്റെ മരങ്ങളുമൊക്കെ നിറഞ്ഞ വനങ്ങളിലൂടെയൊക്കെ ഇവ എത്തും. അവിടെയൊക്കെ എത്തുമ്പോൾ ഇവ ഇത് ബാത്തേയും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇതിന് ഓർക്കാൻ അവസരം കിട്ടുമോ എന്ന് വെച്ചാൽ എന്താ, ഈ അച്ഛനെക്കുറിച്ചും അവിടെ നിന്ന് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ ഈ നദികൾക്ക് ഓർക്കാൻ കഴിയുമോ എന്നാണ് ലേഖകൻ ശങ്കിക്കുന്നത്. കോവൻ ജാനെ ബൂട്ടാ ഹിമാലയ് അപ്നെ നട്കട്ട് ബേട്ടിയോं के लिए कितना सिर धुनता होगा. അപ്പം കോൻ ജാനെ, ആർക്കറിയാം, ഈ വൃദ്ധനായ ഹിമാലയം തൻ്റെ ഈ പുത്രിമാരെ ഓർത്ത് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം. ബെടി ബെടി ചോട്ടിയാം സേ ജാക്കർ പൂछिए तो उत्तर में विराट मौन के सिवाय उनके पास और रखा है क्या. അപ്പോൾ പറയുകയാണ് ഈ വലിയ വലിയ ചൊട്ടിയോ മീൻസ് എന്താ, കൊടുമുടികൾ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചെന്ന് അവയോടൊക്കെ ചോദിക്കുവാണെങ്കിൽ ജാക്കർ പൂച്ചിയത്ത് ഉത്തർമേം വിരാട് മൗനക്ക്, അഗാധമായ മൗനമല്ലാതെ, സിവായ് മീൻസ് എന്താണ്, അല്ലാതെ അവയുടെ അടുത്ത് എന്ത് പറയാൻ കാണും എന്ന് വെച്ചാൽ ഹിമാലയത്തിന് മറുപടി പറയാനായിട്ട് അറിയില്ല. കാരണം എന്താണ്, ഈ നദികൾ അച്ഛനെ വിട്ട് വേഗത്തിൽ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. എവിടേക്കായിരിക്കും നദികൾ പോകുന്നത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സിന്ധു ഓർ ബ്രഹ്മപുത്ര ഏതോ ऐसे नाम है जिनके सुनते ही रावी, सतलज, व्यास, चनाब, झेलम, काबुल, कबिशा, गंगा, यमुना, सरयू, गंडक,
कोसी आदि हिमालय की छोटी बड़ी सफ़ी बेटियां आंखों के सामने नाचने लगती है। वास्तव में सिंधु और ब्रह्मपुत्र स्वयं कुछ नहीं है। दयालु हिमालय के पिघले हुए दिल की एक एक बूंद न जाने कब से इकट्ठा होकर इन दो महानदों के रूप में समुद्र की ओर प्रवाहित होती रही है। कितना सौभाग्यशाली है वह समुद्र जिसे पर्वतराज हिमालय की इन दो बेटियों की हाथ पकड़ने का श्रेय मिला. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സിന്ധുവും ബ്രഹ്മപുത്രയും. നമ്മൾ ഹിസ്റ്ററിയിൽ കേൾക്കുന്നതാണ് അല്ലേ, നമുക്ക് പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് പഠിക്കുമ്പോൾ സിന്ധുവും ബ്രഹ്മപുത്രയും. ലേഖകൻ പറയുകയാണ് ദോ ഏസേ നാം ഹേ ജിൻകെ സുന്ദേഹി. നമ്മൾ സിന്ധുവിനെയും ബ്രഹ്മപുത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരെയൊക്കെയാണ്? രവി, സത്ലജ്, ബിയാസ്, ചനാബ്, ചേലം, കാബുൾ, അത് കുഫ എന്നും പറയും, കപിഷ, ഗംഗ, യമുന, സരയു, ഗണ്ഡക്, കോസി ആദി. ഈ ഹിമാലയത്തിൻ്റെ ചെറുതും വലുതുമായ നദികളെല്ലാം നമ്മുടെ ബേട്ടിയ അങ്കോं के सामने नाचने लगती है. ഹിമാലയത്തിൻ്റെ ഈ ചെറുതും വലുതുമായ നദികളെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു സിന്ധു ഓർ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? വാസ്തവമേ സിന്ധു ഓർ ബ്രഹ്മപുത്ര സ്വയം കുച്ച് നഹി ഹെ എന്ന് വെച്ചാൽ സ്വയം സിന്ധു അല്ലെങ്കിൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്നുമല്ല. പിന്നെയോ ഈ നദികൾ ചേരുമ്പോഴാണ്, അതായത് സിന്ധു നദിയുടെ പോഷക നദികൾ രവി, സത്ലജ്, ബിയാസ്, ഇങ്ങനെ ചിനാബ്, ഇതൊക്കെ ഇങ്ങനെ ഇവയൊക്കെ എന്താണ്? ട്രിബ്യൂട്ടറീസ് ആണ്. അതുപോലെ തന്നെ ചലം, ഗാബുൽ, കപിഷ. അപ്പോൾ ഇവയുടെയൊക്കെ ബ്രഹ്മപുത്രയുടെയൊക്കെ ഇവയെല്ലാം ട്രിബ്യൂട്ടറീസും എല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ എന്താവുകയുള്ളൂ? ഈ നദികൾ ഈ വലിയ മഹാനദികളാവുകയുള്ളൂ. അപ്പോൾ അതാണ് ലേഖകൻ പറയുന്നത്. ദയാലു ഹിമാലയ്ക്ക് പിഘലേ ഹുയേ ദിൽ കി ഏക് ഏക് ബൂന്ദ് ना जाने कब से इकट्ठा होकर इन दो महानदों के रूप में समुद्र की ओर प्रवाहित होती रहती है. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹിമാലയത്തിന് ദയാലുക്കെ സമാൻ ദേഖ്താ ഹെ. ഒരു ദയാലുവായ പാവം ഹിമാലയം അതിൻ്റെ അതിൻ്റെ മനസ്സുരുകി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതുരുകി പിഘലെ ഹുയി എന്ന് വെച്ചാൽ എന്താ? ഉരുകി അതിൻ്റെ ഹൃദയം ഉരുകി ഉണ്ടാകുന്ന ഓരോരോ കണങ്ങൾ ചേർന്ന് ഏക് ബൂന്ത് എന്നാ ജാനെ എപ്പോഴാണെന്നറിയില്ല ഇത്രയും ഇഗട്ട ഹോന എന്ന് വെച്ചാൽ എന്താ? ഏകത്രിത് ഹോന, ഒന്നായി ചേർന്ന് ഈ വലിയ മഹാനദികളുടെ രൂപത്തിൽ ആയതും അത് സമുദ്രത്തിലേക്ക് പോകുന്നതും സമുദ്രക്ക് ഓർ പ്രവാഹിത് ഹോത്തി രഹിയെ. അപ്പോൾ നദികളെല്ലാം അവസാനം ചേരുന്നത് എവിടെയാണ്? കടലിലാണ്. അപ്പോൾ ഈ കടലിലേക്ക് ചേരുന്നത് അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ മഞ്ഞുരുകിയാണ് എന്ത് ചെയ്യുന്നത്? ഈ നദികളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എവിടേക്ക് എത്തുകയാണ്? സമുദ്രത്തിലേക്ക് എത്തുകയാണ്. കിतना സൗഭാഗ്യശാലി ഹേ വഹ് സമുദ്ര. എത്ര സൗഭാഗ്യശാലിയാണ് ആ സമുദ്രം. ജിസേ പർവ്വതരാജ് ഹിമാലയ്ക്ക് ഇൻ ദോ ബേട്ടിയോ കാ ഹാത്ത് പകടനെ കാ ശ്രേയ മില. ഈ പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ ഈ രണ്ട് പുത്രിമാരുടെയും കൈപിടിക്കാൻ ഭാഗ്യം കിട്ടിയ ആ സമുദ്രം എത്ര ഭാഗ്യവാനാണ്. അപ്പോൾ സമുദ്രത്തിന് എന്താണ്? ഈ പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ മരുമകനായിട്ടാണ് കാണുന്നത്. അതായത് ഈ സമുദ്രത്തെ എന്താണ്? മക്കളുടെ കൈപിടിച്ച മരുമകനായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത്ര സൗഭാഗ്യശാലി, ഇത്രയും മഹാനായ പർവ്വതത്തിൻ്റെ മക്കളെ മക്കളുടെ കൈ പിടിക്കാൻ പറ്റിയ ആ സമുദ്രം എത്ര ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. जिन्होंने मैदानों में ही इन नदियों को देखा होगा उनके ख्याल में शायद ही यह बात आ सके कि बूटे हिमालय की गोद में बच्चियाँ बनकर एक कैसा खेला करती है. माँ बाप की गोद में नंग धड़ंग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आकर्षक भले न हो, लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ वह रूप कि हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती है. അപ്പോൾ ഇതിലെന്താ പറയുന്നത്?
ജിനോനെ മൈതാനോ മേ ഹി നദിയോങ്കോ ദേഖാ ഹോഗ. ആരാണോ സമതല പ്രദേശങ്ങളിൽ ഈ നദികളെ കാണുന്നത്, ഉൻകെ ഖയാൽ മേ ഷായദ് യഹ് ബാത് ആ സകെ കി ബൂട്ടെ ഹിമാലയ കി ഗോദുമേം ബെച്ചിയാ മെൻകറെ കേസെ ഖേല കർത്തി ഹെ. അപ്പോൾ അവർ നദികളെ സമതല പ്രദേശങ്ങൾ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഓർക്കും, ഈ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഈ നദികൾ എങ്ങനെയായിരിക്കും കളിക്കുക എന്ന്. കാരണം അവരിതിൻ്റെ കളികൾ കാണുന്നില്ല. അപ്പോൾ ഈ വൃദ്ധനായ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലെ ഈ നദികളുടെ കളികൾ എപ്രകാരമായിരിക്കുമെന്ന് അവരോർക്കും. മാ ബാപ് കി ഗോദുമേ നംഗ് ധടക് ഹോക്കർ ഖേൽനെ വാലി ഇൻ ബാലികാവോം കാ രൂപ് പഹാടി ആദ്മിയോം കെ ലിയെ ആകർഷക് ഫലേന ഹോ. അപ്പോൾ എന്താ പറയുന്നത്, മാ ബാപ് കി ഗോദുമേ, അച്ഛൻ്റെയും അമ്മയുടെയും മടിത്തട്ടിൽ ഒരു നങ്ക് തടങ്ക് മീൻസ് നേക്കഡ്, ഒരു കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ കളിക്കുന്നത്, അതുപോലെ ഈ പുത്രിമാരുടെ കളി കാണുമ്പോൾ പഹാടി ആത്മീയെങ്കിൽ, അതായത് പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന, അതായത് അവരെന്താണ്, ഇവരെ സ്ഥിരം കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യില്ല, ആകർഷക് ഫലേന, അവർക്കിത് കണ്ടാലൊന്നും വലിയതായിട്ട് ആകർഷകത്വമൊന്നും തോന്നത്തില്ല. അത് കണ്ടാൽ ലേക്കിൻ മുച്ചേത്തോ എസാ ലുഫാവന പ്രതീത് ഹുവാ, ലേഖകന് ഈ ആകർഷകത്വം തോന്നി, അല്ലെങ്കിൽ ലുഫാവിന പ്രതീത് ഹുവ, മോഹിപ്പിക്കുന്നത് പോലെ തോന്നി. എന്താണ്, വഹ് രൂപ് കി ഹിമാലയക്കോ സസുർ ഓർ സമുദ്രക്കോ ഉസ്കാ ദാമാദ് കഹനെ മേ കുച്ച് ഭി ചിചക് നഹി ഹോത്തി ഹെ. അദ്ദേഹം പറയുവാണ്, സമുദ്രത്തിനെ മരുമകനായിട്ട്, സണ്ണിൻലായായിട്ടും, അതുപോലെ ഹിമാലയത്തിനെ സസുറായിട്ട്, സസുർ മീൻസ് എന്താ, ഫാദർ ഇൻ ലോ ആയിട്ടും കാണുന്നതിൽ കുച്ച് ഭി ചിചക് നഹി ഹോത്തി ഹെ, ഒരു ലജ്ജയും തോന്നുന്നില്ല. ഓർ कालिदास के विरही यक्ष ने अपने मेघदूत से कहा था, नेत्रपति नदी का प्रेम का प्रतिदान देते जाना, तुम्हारी यह प्रेयसी तुम्हें पाकर अवश्य ही प्रसन्न होगी. यह बात इन चंचल नदियों को देखकर मुझे अचानक याद आ गई और सोचा कि शायद उस महाकवि को भी नदियों का सचेतन रूपक पसंद था. दरअसल जो भी कोई नदियों को पहाड़ी घाटियों और समतल आंगनों के मैदानों में जुदा जुदा शक्लों में देखेगा, वह इसी नतीजे पर पहुँचेगा. അപ്പോൾ കാളിദാസ് കെ വിരഹി യക്ഷനെ, അതായത് കാളിദാസൻ്റെ ഒരു കഥാപാത്രമാണ് യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, മേഘദൂത് എന്ന് പറയുന്ന ഒരു കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് യക്ഷൻ. അപ്പോൾ യക്ഷൻ ഈ തൻ്റെ പ്രിയതമയെ യുടെ വിരഹത്തിലിരിക്കുമ്പോൾ ആരെയാണ് സന്ദേശം കൊടുത്തു വിടുന്നത്, മേഘത്തെയാണ് സന്ദേശം കൊടുത്തു വിടുന്നത് പ്രിയതമയുടെ അടുത്തേക്ക്, അതായത് യക്ഷിണിയുടെ അടുത്തേക്ക് വിടുന്നത്. അപ്പോൾ അപ്പോൾ ഈ യക്ഷൻ എന്തു പറയും മേഘത്തോട്, വേത്രപതി നദി കോ പ്രേം കാ പ്രതിദാൻ ദേത്തെ ജാന. വേത്രപ്പോൾ മേഘത്തിൻ്റെ പ്രേമിക എന്ന് പറയുന്നത് ആരാണ്, നദിയാണ്. അപ്പോൾ ആ നദിയെ പ്രതിദാനം ചെയ്തു പോകുക. നീ യക്ഷിണിയുടെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ നദിയെ, വേത്രപതി അല്ലെങ്കിൽ ഇപ്പോൾ ബേത്വ നദി എന്നാണ് അറിയപ്പെടുന്ന ആ നദിക്ക് അവയ്ക്ക് പ്രതിദാനം അല്ലെങ്കിൽ പകരം നൽകുമെന്ന് പറഞ്ഞാൽ എന്തോ, നീ പോകുമ്പോൾ മഴ നൽകി പോകുക. തുമാരി വഹ് പ്രേയസി, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണ്, നിൻ്റെ കാമുകി നിന്നെ കാണുമ്പോൾ അവശ്യ പ്രസന്ന ഹോഗി, നിന്നെ കാണുമ്പോൾ വളരെയധികം സന്തുഷ്ടയാകും എന്നാണ് പറയുന്നത്. യഹ് ബാത്ത് ഇൻ ചഞ്ചൽ നദിയോं को देखकर मुझे अचानक याद आ गई. അപ്പോൾ ലേഖകൻ ഈ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. എന്തുകൊണ്ടാണ്, ഈ ചഞ്ചലമായ നദികളെ, ചഞ്ചല മീൻസ് എന്താണ്, എപ്പോഴും നല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പോൾ അവയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ കാളിദാസൻ്റെ മേഘദൂതിലെ കാര്യം. ഓർ സോച്ചാ कि शायद उस महाकवि को भी नदियों को സചേതൻ രൂപ को पसंद था. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ആ മഹാകവിയായ കാളിദാസൻ പോലും നദികളുടെ സചേതന രൂപത്തെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. സചേതൻ രൂപ എന്ന് വെച്ചാൽ എന്താണ്? സചേതൻ ഓപ്പോസിറ്റ് അചേതൻ. സചേതൻ എന്ന് വെച്ചാൽ ചേതനയുള്ള അത്, അതായത് ഉള്ളിൽ ജീവനുള്ളതെന്നർത്ഥം. ജീവനുള്ളവയാണ് സചേതൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമ്മളെന്താണ്, നദിയെ ഒരു മനുഷ്യനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ കാളിദാസനും അതുപോലെയാണ് കണ്ടിരുന്നതെന്നാണ് ലേഖകൻ പറയുന്നത്. ദർഅസൽ ജോഫി കോയി നദിയോങ്കോ പഹാടി घाटियों और समतल आंगनों के मैदानों में जुदा जुदा शक्लों में देखेगा, वह इसी नतीजे पर पहुँचेगा. अब दरअसल जो भी कोई नदियों को पहाड़ी घाटियों और समतल आंगनों के मैदानों में जुदा जुदा ശക്ലോ മേൻ ദേഖേഗ വഹ് ഇസി നദീജെ പ്രഭുജേഗ. അവസാനം ഇവിടെ നമ്മൾ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിലും സമതലങ്ങളിലും എല്ലാം കാണുന്ന ഈ നദികളൊക്കെ ജുദാ എന്താണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ആകൃതിയിലൊക്കെ നമ്മൾ കാണും. പക്ഷെ എന്താണ്, അവസാനം എല്ലാം എവിടെയാണ് എത്തിച്ചേരുന്നത്? സമുദ്രത്തിലാണ് അല്ലേ. ഇസി നദീജെ പ്രഭുജേഗ. നദീജ മീൻസ് എന്താണ്? പരിണാമം, അന്ത്യം എന്നൊക്കെയാണ്. काका कालेलकर ने नदियों को लोकमाता कहा है, किंतु माता बनने से पहले यदि हम इन्हें बेटियों के रूप में देख ले तो क्या हर्ज है. और थोड़ा आगे चलिए, इन्हीं में अगर हम प्रेयसी के भावना कर तो कैसे रहेगा. ममता का एक और भी धागा है जिसे हम इनके साथ जोड़ सकते हैं. बहन का स्थान कितने कवियों ने इन नदियों को दिया है. एक दिन मेरी भी ऐसी भावना हुई थी. थोलिंग की बात है, मन उजड़ गया था, तबीयत ढीली थी, सतलज के किनारे जाकर बैठ गया. दोपहर का समय था, पैर लटका दिए पानी में. थोड़ी ही देर में उस प्रगतिशील जल ने असर डाला, तन और मन ताज़ा हो गया तो लगा मैं गुनगुनाने. അപ്പോൾ ലേഖകൻ പറയാണ്, കാക്ക കാലേൽക്കർ എന്ന് പറയുന്ന കവിയും നദികളെ എന്താണ്, ലേഖകനും നദിയെ ലോകമാതാവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാം മാതാവ് ആയിട്ടാണ്. അപ്പോൾ ജലമെന്ന് പറയുന്ന എല്ലാത്തിനും ആവശ്യമായ ഒന്നാണ്. ആ ജലത്തിൻ്റെ അടങ്ങിയ നദികളെ ലോകമാതാവായിട്ടാണ് കാലേൽക്കർ കണ്ടിരിക്കുന്നത്. കിന്തു മാതാ ബന്നെ സെ പെഹലെ യദി ഹമേൻ ബേട്ടിയോങ്കെ രൂപം ദേഖ്ലെ തോ ക്യാ ഹർജ് ഹെ. അപ്പോൾ ലേഖകൻ പറയാണ്, പക്ഷേ മാതാവെന്ന് കാണുന്നതിന് പകരം അതിനെ മുന്നേ നമുക്ക് ഇവയെ പുത്രിമാരായി കാണുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ലേഖകൻ ഇവിടെ ഹിമാലയത്തിൻ്റെ പുത്രിമാരെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, എന്താണ് ഹർജ്, നഷ്ടം എന്താണ്? ഒരു തോട ആകെ ചെലയിന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ പ്രേയസിക്ക് ഭാവന കരുതോ, ഇതിനെ പ്രേമികയായിട്ട് കണ്ടാൽ എന്താണ് കുഴപ്പം? കൈസ രഹേഗ, എങ്ങനെ ഇരിക്കും? മമതാക്കായേക്ക് ഓർ ഫീദാകാ ഹേ. മമത മീൻസ് എന്താണ്? സ്നേഹത്തിൻ്റെ ഒരു നൂലുകൂടെ. അപ്പോൾ എങ്ങനെ ഇവയെല്ലാം എന്താണ്, അമ്മയായാലും പുത്രിമാരായാലും സ്നേഹിക്കുന്നവരെ ആയാലും എല്ലാം എന്താണ്, ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഓരോരോ കണ്ണികളാണ്. ജിസ് ഹം ഇൻകെ സാത്ത് ജോഡ് സക്തേ ഹെ. ഇവയെല്ലാം നമ്മൾ ഈ നദികളോടൊപ്പം ചേർക്കുകയാണ്. ബഹൻ കാ സ്ഥാൻ കിത്തനെ കവിയോനെ നദിയോ കോ ദിയാ ഹെ. ഇനി എത്ര കവികൾ ഇവയെ സഹോദരിയുടെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട്. ഏക് ദിൻ മേരി ഫി ഏസ ഭാവന ഹുയി. എനിക്കും ഒരു ദിവസം ഇങ്ങനെ ഒരു ചിന്ത തോന്നി. എന്താ? ഒരു സഹോദരിയെ പോലെ. എന്താ? ജോ തോലിംഗ് കി ബാത്ത് ഹേ. തോലിംഗ് എന്ന് വെച്ചാൽ ടിബറ്റിലെത്തിയപ്പോൾ മൻ ഉജഡ് ഗയ, മനസ്സൊന്നും അടുത്തതുപോലെ തോന്നി. തബിയത്ത് ഠീലീതി, ഒരു ആരോഗ്യ ഉന്മേഷമൊന്നും ഇല്ലാതിരുന്നപ്പോൾ സത്ലജ് കെ കിനാരെ ജാക്കർ ബൈഠ് ഗയ. ഞാൻ സത്ലജ് നദിയുടെ തീരത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ദോപഹർക്ക സമയത്ത് മധ്യാഹ്നമാണ്, ഉച്ചയാണ്. പയർ ലൈഡ്കാ ദിയ പാനീമേ. അപ്പോൾ ജലത്തിലേക്ക് എൻ്റെ കാലുകൾ തൂക്കിയിട്ടിരുന്നു. തൊടി ദേർ ഹേ
ദർ മേ ഉസ് പ്രഗതിശീൽ ജലിനെ അസർ ഡാല. അപ്പം നമ്മൾ നദിയിലേക്ക് നമ്മുടെ കാലുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷവും ഒക്കെ കിട്ടും. അതാണ് ആ പ്രഗതിശീൽ മീൻസ് എന്താണ്? ആകെ ഒരു പുരോഗമന ചിന്താഗതിക്കാരെയായ ആ നദി എന്നെ വേഗം സ്വാധീനിച്ചു എന്ന് വെച്ചാൽ നദിയിലേക്ക് എനിക്ക് വേഗം ഒരു ആകർഷണം തോന്നി. തൻ ഓർ മൻ താസാ ഹോ ഗയ, ശരീരവും മനസ്സും വളരെ ഫ്രഷായതായി തോന്നി. അപ്പോൾ എന്ത് തോന്നി? ലഗാ ഗുൻഗുൻ, ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ വന്നു. എന്നിട്ട് പാടി ജയ് 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 ഹോ സത്ലജ് ബഹൻ തുമാരി, ലീല അചരജ് ബഹൻ തുമാരി, ഹുവാ മുദിതു മൻ ഹടാ കുമാരി, ജാവൂ മേം തും पर बलिहारी, तुम बेटी यह बाप हिमालय, चिंतित पर चुपचाप हिमालय, प्रकृति नदी के चित्रित पड़ी पर अनुपम अद्भुत छाप हिमालय, जय हो सतलज बहन तुम्हारी. यहाँ लेखक ने नदी को अपनी बहन मानती है. ഇവിടെ ലേഖകൻ നദിയെ തൻ്റെ സഹോദരിയുടെ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി, ഹേ സത്ലജ് ബഹൻ തുമാരി ജയ് ഹോ, നിങ്ങൾ വിജയമുണ്ടാകട്ടെ, നന്നായി വരട്ടെ എന്നാണ്. ലീല അച്ചുരജ് ബഹൻ തുമാരി, തുമാരി ലീല അച്ചുരജ് ഹേ ഓർ ആശ്ചര്യ സേ ഫരി ഹേ, നിങ്ങളുടെ ലീലകൾ ആശ്ചര്യങ്ങൾ കൊണ്ട് അത്ഭുതം നിറഞ്ഞതാണ്. ഹുവാ മുദിത് മൻഹഡാ ഹുമാരി, തുമാരി ജൽ മേം പൈർ ഡാൽക്കർ മേരാ മൻ മുദിത് ഹോ ഗയ, അതായത് എൻ്റെ കാലുകൾ ആ ജലത്തിലേക്ക് ഇട്ടപ്പോൾ എന്തായി? എൻ്റെ മനസ്സിന് മുദിത് ഹുവ എന്ന് വെച്ചാൽ എന്താ? സന്തോഷമുണ്ടായി. അതുപോലെ സാരാ കുമാരി, സാരാ ക്ലേശ് ഓർ ദുഃഖ് ഹടാ ഹുവ, എല്ലാ ദുഃഖങ്ങളും മാറി. ഇസ്ലിയേ തും ജാവൂ മേം തും പർ ബലിഹാരി, ഇസ്ലിയേ എന്താണ്? മേം തും പർ നതമസ്തക് ഹോ, അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? സ്വയം നിങ്ങളുടെ മുന്നിൽ തല കുനിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മസമർപ്പണം നടത്തുകയാണ്. ബലിഹാരി എന്ന് വെച്ചാൽ എന്താ? ആത്മസമർപ്പണം നടത്തുക. തും ബേട്ടി യഹ് ബാപ്പ് ഹിമാലയ്, तुम हिमालय की बेटी हो और तुम्हारा बाप कौन है? हिमालय. और चिंतित पर चुपचाप हिमालय, तुम्हारा बाप हिमालय चिंतित कर रहा है पर वह चुपचाप है. ചുപ്ചാപ്പ് മീൻസ് എന്താ? ശാന്ത്, മിണ്ടാതിരിക്കുന്ന ആളാണ്, മിണ്ടാതിരിക്കുകയാണ്. പ്രകൃതി നടിക്ക് ചിത്രിതു പടുപ്പർ അനുപം അത്ഭുത ഛാപ് ഹിമാലയ്, പ്രകൃതി നടിക്ക്, പ്രകൃതി രൂപി നടിക്ക്, പ്രകൃതിയാകുന്ന നടിയുടെ നടിക്ക് ദ്വാരാ ബനായേ ഗയേ ചിത്ര പർ एक അനുപമ സുന്ദർ ചാപ് കെ രൂപമേ സ്ഥിത് ഹേ വഹ്. അപ്പോൾ ഹിമാലയം എങ്ങനെയാണ്? പ്രകൃതിയാകുന്ന നടിയാൽ വരച്ചിരിക്കുന്ന ചിത്രത്തിലെ ഒരു അനുപമമായ, അനുപമം എന്ന് മറ്റുള്ളതിനോട് തുലനം ചെയ്യാൻ വരുന്നത്, അനുപമം അത്രയും അനുപമമായ സുന്ദരവുമായ ഒരു മുദ്ര പോലെയാണ് ഹിമാലയം. ചാപ്പ് മീൻസ് എന്താ? ഒരു അടയാളമാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഓർ ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി, ഹേ സത്ലജ് ബഹൻ തുമാരി ജയ് ഹോ. നിങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ ഇതാണ്, നിങ്ങൾ കൂടുതൽ തവണ വായിച്ചു നോക്കുക. അപ്പോൾ ഹിമാലയത്തിൻ്റെ പുത്രിമാരെക്കുറിച്ച്, അതായത് ഹിമാലയത്തിൽ നിന്ന് ഉണ്ടാകുന്ന നദികളെക്കുറിച്ചാണ് ലേഖകൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് നിബന്ധം എഴുതിയത് നാഗാർജുനാണ്. അപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അറിയാത്ത കുട്ടികൾക്കിത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ അടുത്തതിൽ ഉൾപ്പെടുത്തുന്നു. താങ്ക് യു.